ഇന്ന് രാത്രി വായിച്ച വേദഭാഗം വളരെ പരിചിതമായ വേദശകലമാണല്ലോ. ഒരിക്കൽ കൂടി വായിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. വളരെ പരിചിതമായ വേദശകലമാണ് ഇന്ന് രാത്രിയിലെ ഈ സുവിശേഷ യോഗത്തിന്റെ ഒടുവിലത്തെ രാത്രിയിൽ ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണല്ലോ തരംതിരിച്ച് പഠിക്കുന്നത്. ഇത് പുളിക്കക്കവലയിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല, കാരണം ഇത് പിടിക്കുന്നതുകൊണ്ട് ദൂരെ ചിലപ്പോൾ ഇരുന്ന് വല്ലവരും കേൾക്കും. അതിനാൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും, വലിയ പ്രവാചകന്മാരുടെ നിരയിൽ നിൽക്കുന്ന വ്യക്തികളാണ് യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാ നമുക്കറിയാം ഹോശയ്യ മുതൽ മലാഖി വരെയുള്ളതായ പ്രവാചകന്മാർ. ഇന്ന് രാത്രി വലിയ പ്രവാചകന്മാരുടെ നിരയിൽ അഗ്രഗണ്യനായ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഓടിച്ച് ചില കാര്യങ്ങൾ പറയാൻ സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് സാധാരണ പ്രസംഗിക്കുന്നത് പോലെ വിസ്തരിച്ച് ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. 1-2 പോയിന്റുകൾ പറയും. അല്ലെങ്കിൽ നിങ്ങൾ യോഗം കഴിഞ്ഞേച്ച് പോകുമ്പോൾ പറയും, കുഴപ്പമില്ല മഴയായിരുന്നു, എന്നാലും കുറച്ച് പേര് വന്ന് പുള്ളി അങ്ങ് പിള്ളേരെയും കൊണ്ടും പാടിച്ച് പുള്ളിയും പാടി, പോയിൻ്റായിട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടൊരു 3 പോയിന്റ്. അപ്പം അതുകൊണ്ട് വിവരിച്ച് ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. തന്നെയല്ല, നിങ്ങൾ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ചവരോട് ഉന്നം വെച്ചല്ല പ്രസംഗം. പിന്നെ വല്ല ദൂതുകൊണ്ട് നിങ്ങൾ എടുത്തോണം, അല്ലാത്തവരെയും കൂടെ ഉൾപ്പെടുത്തിയ ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷ. യെശയ്യാ പ്രവചനത്തിന്റെ പല വിശേഷതയിൽ ഒരു വിശേഷത നമുക്കറിയാം. വേദപുസ്തകത്തിന് 66 പുസ്തകമുള്ളത് പോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായമുണ്ട്. തന്നെയല്ല, ഈ പുസ്തകത്തിന്റെ വേറൊരു വിശേഷത, യെശയ്യാ പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രവാചകയാണെന്നും ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും. തന്നെയുമല്ല, ഈ വേദപുസ്തകത്തിലെ ഏറ്റവും നീളമുള്ള പേര്, ദീർഘമായ പേര് യെശയ്യാ പ്രവചനത്തിലാണ്. നമുക്ക് മനപ്പാടമാ. ഏതാ? 8-ാം അധ്യായത്തിൽ കിടപ്പുണ്ട് മകർശാലയിൽ. ഏറ്റവും ഞാൻ പണ്ട് മലയാളം പഠിച്ച മലയാളം സെക്കൻഡ്. അപ്പം ധർമ്മരാജ എന്നാ പുസ്തകത്തിൻ്റെ പേര്. ധർമ്മരാജ ഇപ്പം ഞാൻ ഇവിടം വരെ പഠിച്ചാന്ന് മനസ്സിലായി കാണും. അപ്പോൾ മലയാളം സെക്കൻഡിലെ ധർമ്മരാജ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്തൊരു പേരുണ്ടായിരുന്നതും വലിയ പേരാ. ആ പേരെങ്ങനാ? അലികസൻ കുഞ്ഞ് പോക്ക മൂസ മരക്കായ നൂഹ് കണ്ണ്. ഒരു പേരാ. പറയാൻ വെച്ചാൽ ബുദ്ധിമുട്ടാണ്, കാരണം സാറ് തല്ലിയാ ഞാനത് പഠിച്ചത്, തല്ലുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് മറന്നിട്ടില്ല. അലികസൻ കുഞ്ഞ് പോക്ക മൂസ മരക്കായ നൂഹ് കണ്ണ് എന്ന് പറഞ്ഞതുപോലെ ഒരു ദീർഘമേറിയ ഒരു പേരാണ് യെശയ്യാ പ്രവചനത്തിലെ, വേദപുസ്തകത്തിലെ ഏറ്റവും നീളം കൂടിയ പേര്. അദ്ദേഹം പ്രവാചകനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രവാചിക. രണ്ടുപേരുടെ പ്രവചനം വന്ന് എന്തോ സന്തോഷമാണ്. ഇപ്പോഴാന്നെ ഓരോരുത്തർ ഒറ്റയ്ക്ക് പ്രവചിച്ചങ്ങ് നടക്കുക. ചിലത്താന്ന് ഞങ്ങൾ പെണ്ണുങ്ങൾ പ്രവചിക്കാൻ തന്നെ അങ്ങ് നടക്കുക. വീട്ടിൽ പോലും ചിലത് വരുന്നില്ല. 2-3 മാസം കഴിഞ്ഞാൽ വീട്ടിൽ വായു എടുത്തോണ്ട് അങ്ങ് ഇറങ്ങുക. രാവിലെ ഇവിടെ ഇന്ന് ശുശ്രൂഷ, നാളെ ഇവിടെ ശുശ്രൂഷ, നാളെ ശുശ്രൂഷ. അവൻ കഴിച്ചാലായി, കുടിച്ചാലായി. ഞാൻ വിദേശത്ത് വെച്ച് ഇതുപോലെ ഒരാളോട് ചോദിച്ചു, എന്തിയെ ബേബുട്ടി എന്തിയാ വീട്ടിലുണ്ട്, എത്ര നാളായി ഇവിടെ വന്നിട്ട്? 3 മാസമായി. പുള്ളി അങ്ങനെ, ഞാൻ അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ട്. 3 കുപ്പി അച്ചാറിട്ട് കൊടുത്തുള്ളത്. ബേബി അച്ചാറ് കൂട്ടി നിങ്ങൾ എല്ലാ ദൂതും ഏറ്റെടുക്കണ്ട, അതൊക്കെ ഏറ്റെടുക്കേണ്ടവരെ ഏറ്റെടുത്തോളൂ. അപ്പോൾ ഇവിടെ 2 ഭാര്യയും പ്രവാചക, ഈ ഭർത്താവും പ്രവാചകനാണ്. തന്നെ യെശയ്യാവിനെ പറ്റി പഠിക്കുന്നത് ഉസിയാവിൻ്റെ ഉപ്പാപ്പനാന്ന. ഇവരുടെ അപ്പൻ അമസ്യാവ്, ഉസിയാവിൻ്റെ ഉപ്പാപ്പനാണ് യെശയ്യാവെന്ന്. ഉസിയാവിൻ്റെ മകൻ ഉസിയാവ്, യോദാം, ആകാസ്, യെഹിസ്കീയാവ്. ഇവരുടെ കാലത്താകുമല്ലോ ഇദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ. ഒരു ഗുണം വന്ന കുടുംബമല്ലായിരുന്നു. നിങ്ങൾക്ക് വചനം അറിയാവുന്നവർക്കറിയാം. ഉസിയാവെന്ന് പറഞ്ഞാൽ അവൻ ദൈവാലയത്തിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നവനാണ്. സമയമില്ലെന്നറിയാമെന്ന് വായിച്ചു പെട്ടെന്ന്. 26-ന്റെ 16 ആദ്യം വായിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ന്റെ 16. ഒരു സൂചന തന്ന് മുമ്പോട്ട് പോകാം. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് വലതുവശത്ത് 26-ന്റെ 16.
എന്നാൽ അവൻ ബലവാനായപ്പോൾ അത് ഉസിയാവിനെ പറ്റിയാ പറയുന്നത്. ഉപ്പാപ്പനായ ഷിയാവ് അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ. ചുരുക്കി പറഞ്ഞാൽ ഭാഗം വേദപുസ്തകം വായിക്കുന്നവർക്ക് അറിയാം, ധൂപം കാട്ടുവാൻ ഇവൻ അകത്ത് ദൈവാലയത്തിൽ ചെന്നപ്പം പുരോഹിതൻ പറഞ്ഞു, ഉസിയാവേ, ഇത് പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ, നീ ഇത് കയറി ചെയ്യരുത്. ഭാഗം വിസ്തരിക്കുന്നില്ല. ചിലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല, ചില സഭകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, കാശും പത്രാസും പ്രൗഢിയായ ഉപദേശിമാർക്ക് കാശിന് വില വെക്കാത്ത ആൾക്കാരുണ്ട്. ചിലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല. പാസ്റ്റർക്ക് എന്നെ അറിയത്തില്ല, പാസ്റ്റർ ഞാൻ പറയാൻ പോലൊക്കെ പാവത്തങ്ങളും പേടിച്ചിരിക്കുക ചില പാസ്റ്റർമാർ. ഇല്ലെങ്കിൽ അട്ടപ്പാടിക്കായിരിക്കും അടുത്ത ട്രാൻസ്ഫർ, അത് പേടിച്ചതെല്ലാം കൂടെ പുറകെ കെട്ടി പോകാൻ കഴിയാത്തതിന് അതുങ്ങളും ഉത്തരവൊക്കെ പറഞ്ഞ്. ചിലയിടത്ത് പാസ്റ്റർമാരും വളവന്മാരാ, നല്ല വിളഞ്ഞ വിത്തുകളുണ്ട്. അല്ലൊരു മാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? അപ്പൊ ഉസിയാവ് അവന് അഹങ്കാരിയായിരുന്നു. അവന് ദൈവാലയത്തിന്റെ അകത്ത് ചെന്ന് നാടൻ ഭാഷയും മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ വഴക്കുണ്ടാക്കി. 19 വാക്യം വായിച്ചേ കർത്തൃദാസനെ. 19. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഒറ്റ വാക്യം പറയാം, പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവനായവൻ. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, 10 ഗുണം 10 ഗുണം. പഴയ ആൾക്കാർ, അപ്പച്ചന്മാർ പറയാൻ, കണ്ണന്റെ മൂട്ടി കാളി ഉണ്ടാകുകയില്ല. അപ്പൊ യവനെ ഉസിയാവ് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. യവനൊരു മകനുണ്ടായിരുന്നു, യോദാം. 27:1. യോദാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായി. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന പേര്. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ കുറെയൊക്കെ ഗുണമായ കാര്യം ചെയ്തു. അടുത്ത പദം, യഹോവയ്ക്ക് പ്രസാദമായുള്ള ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അവൻ പള്ളിയിൽ കയറുകയല്ലായിരുന്നു. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി. മോൻ പള്ളിക്കകത്ത് അവിടെ വരുമ്പോൾ അവൻ റേസ് ചെയ്തങ്ങ് പോവുക. പള്ളിയുടെ അവിടം വരെ 40 വന്നെ. പള്ളി ആയപ്പോൾ അവൻ 85 40 താമേ കയറിയിട്ട് പോടാന്ന് പറയും. അതിനെ അറിയിക്കാതിരിക്കാൻ 80 വിട്ടു. കൊടുങ്ങൂരി എന്നപ്പോഴാകും വിട്ടുപോയെന്ന് നമ്മൾ. അപ്പൊ അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളിക്കകത്ത് കയറുകയല്ലായിരുന്നു. ഇനി അവനൊരു മകനുണ്ടായിരുന്നു, നമുക്കറിയാം, ആകാശ്. എല്ലാം വിസ്തരിക്കാൻ പറ്റും. ആകാശിനെ പറ്റി വായിക്കുന്നത് 28:24 വായിച്ചേ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടക്കുകാരനെ ഗുണം വന്നേനും. പൊടിയിരിക്കുക, അല്ലെ പൊടി പറ്റിപ്പിച്ച് ചെളിയിരിക്കുക, തുടക്കുകാരനെ ഗുണം വന്ന് പോയതിനും. തുടക്കിയാന്നോ? ഉടക്കുക. അവന് പുൽപ്പിറ്റാദ്യം തല്ലി തകർത്തു, മേശ തല്ലി തകർത്തു, കർത്തൃമേശയുടെ പാത്രം എടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുത്തൻ അപ്പം എടുത്തോണ്ട് ഓടി. അതായാലും ഞാൻ പോവാന്നാ പിന്നെ അപ്പം എടുത്തോണ്ട് ഓടിയെന്ന്. ഇതൊക്കെ എന്തോ ന്യായവിധി വലിച്ചു വെക്കുക. ഒരു തവയെ വഴക്കുണ്ടാക്കിയപ്പോൾ അവനെ വീഞ്ഞെടുത്ത് വെമ്പളയ്ക്ക് കൊടുത്ത്, നീ ഇവിടെ ബാക്കി കുടിച്ചോളം പറഞ്ഞു. അവൻ കുറച്ച് കുടിച്ചു. നീ ഇവിടെ കൂടി, നമുക്ക് വീട്ടിൽ പോയേക്കാൻ. ഗുണം വരാത്തൊക്കെ ഒത്തിരി സ്ഥലത്തുണ്ട്. അപ്പോൾ ആകാശ് ദൈവാലയത്തിന്റെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചു. അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു. പള്ളി പൂട്ടിയേച്ചു പോയി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളിയിലോട്ട് കയറുകയില്ല. കൊച്ചുമോൻ പള്ളി, നല്ല കുടുംബം, പകലോ മറ്റോ. തോമാസിലേക്ക് വന്നപ്പം ഒരു നാണയത്തിന് 2 ദിവസം സങ്കടപ്പെട്ടിരിക്കുന്നത്. സന്തോഷം. നമ്മൾ പഴയ ആൾക്കാരല്ലയോ, പഴയ ആൾ. ഒരു നാണയത്തിന് 2 വശമില്ലയോ? മറുവശവും കൂടെ പറയാം. എന്നാൽ വേറൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ദൈവാലയത്തിൽ പാട്ട് പാടാൻ നിയോഗിക്കപ്പെട്ട ആസാഫ്. ദാവീദിന്റെ കാലത്താണല്ലോ ആരാധനയ്ക്കൊക്കെ ഓർഡർ വരുത്തിയത്. 24 കൂറ് പ്രകാരം പുരോഹിതന്മാരെ, അബിയാക്കൂർ മുതൽ സെക്കറിയ കൂർ വരെ പുരോഹിതന്മാരെ നിയമിച്ചു, പാട്ടുകാരെ നിയമിച്ചു, മില്ലോ പണിതു, സംഭാര നഗരം പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി. എല്ലാം അതിൻ്റെ ഓർഡർ കൊണ്ടുവന്ന് വിസ്തരിക്കുന്നില്ല, വിഷയം അതല്ലല്ലോ. അങ്ങനെ പാട്ടുകാരെ ദാവീദ് നിയമിച്ചു. ആദ്യത്തെ നിയമനത്തിൽ ചരിത്രം പറയുന്നത് ആസാഫ് കഴിവുള്ളയാളാ, മിടുക്കനാ. ആ കഴിവിനനുസരിച്ചൊരു നിയമനം കൊടുത്തില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ അങ്ങ് നിയമിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ചടികടാന്നൊന്ന് വായിച്ചേക്കണം.
ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 17 താഴെ അങ്ങോട്ട് വായിച്ചു. അങ്ങനെ ലേവ്യർ യോവേലിന്റെ മകനായ ഹേമാനെ അവന്റെ സഹോദരന്മാരിൽ ബെരക്യാവിന്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാര്യരിൽ കുശായാവിന്റെ മകനായ താഴോട്ടെല്ലാം പേരുകളാ. അങ്ങനെ പേരുകൾ പറഞ്ഞു വന്നിച്ച് നിയമിച്ചു എന്നൊരു പദമില്ലയോ അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പം അങ്ങനെ ഉണ്ട്. എന്നിവരെ വാതിൽക്കാവൽക്കാരായും നിയമിച്ചു. അപ്പോൾ 17-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ ലേവി ഗോത്രത്തിൽ കോരയ്ക്ക കുലത്തിൽ ബേരക്യാമിന്റെ മകനായ ആസാഫ് നന്നായിട്ട് പാടുക. നല്ല കഴിവുള്ള ആളാ. നല്ല ട്യൂണും കഴിവും സ്വരമാധുര്യം എൻ്റെ ശബ്ദം പോലെ അല്ലേ, നന്നായിട്ട് പാടുന്നയാളാ. പക്ഷേ ആദ്യത്തെ ഒരു നിയമനം വന്നപ്പോൾ തൻ്റെ കഴിവും പ്രാപ്തിയും ആ നിലയും നിലവാരവും അറിഞ്ഞൊരു നിയമനം കൊടുത്തില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ നിയമിച്ചു. ചരിത്രം ആസാബ് ഉടക്കുണ്ടാക്കിയില്ല. നമ്മുടെ ഭക്തവത്സലാചാനെ പോലെ എതിർത്തില്ല. പിന്നെ മുക്കുണ്ടല്ലോ ഇപ്പം എല്ലാം പോസ്റ്റ് ചെയ്യുന്ന എന്തോ ബുക്കിനകത്തൊന്നും ആപ്പിനകത്തൊന്നും കയറ്റി വിട്ടും ആസാബ് ചരിത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം എന്നെ അറിയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ നിയമനത്തിൽ എല്ലാ പാട്ടുകാരുടെയും കൂടെ ഒരു നിയമനം അങ്ങ് കൊടുത്തു. ചരിത്രം ആസാബ് ദൈവസന്നിധിയിൽ ഇരുന്നെന്നാ. ദൈവസന്നിധി പാടി പ്രാർത്ഥിച്ചു. ദാവീദ് രണ്ടാമതൊരു നിയമനം നടത്തി. രണ്ടാമത്തെ നിയമനം വന്നപ്പോൾ ആ 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കണ്ണിക തുടങ്ങുന്നെന്ന് വായിച്ചേ. അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ രണ്ടാമത്തെ നിയമനത്തിൽ അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അടുത്തത് ആസാഫ് തലവൻ. കണ്ടോ, 1-ാം അധ്യായം ആ 15-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യത്തിൽ തൻ്റെ കഴിവും പ്രാപ്തിയും നിലയമനുസരിച്ച് നിയമനം കൊടുത്തില്ല. നമ്മൾ എത്ര ആത്മീയാന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാ കാര്യവും നോക്കത്തില്ലയോ? ഉണ്ടല്ല, മനസ്സിലാക്കിത്തരാം. ഈ ചില ദൈവദാസന്മാരൊക്കെ നന്നായിട്ട് ശുശ്രൂഷിക്കും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിലാണ്. പക്ഷെ കാണാനൊന്നും വലിയ മെച്ചമില്ല. കറുത്തൊക്കെ ആയിരിക്കുന്നത്, കണ്ണുമൊക്കെ കുഴിഞ്ഞ് നന്നായിട്ട് ശുശ്രൂഷിക്കും. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടൽ വെട്ടിച്ച് ഞെട്ടും. കത്തുകാരൻ ഭയങ്കര ശുശ്രൂഷ. അടുത്ത കാലത്ത് ഇതുപോലെ ശുശ്രൂഷ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കൊള്ളാം. അത് കഴിഞ്ഞ് ചമ്പളിച്ചാണ് പുള്ളി എവിടെ പുള്ളി. പക്ഷെ മറ്റേതാന്നാ തോന്നുന്നത്. ആരുടെ മറ്റേതാടാ? നിങ്ങൾക്കിതൊന്നും അറിയാൻ മേല. മനുഷ്യ പ്രകൃതിയാ. അതെല്ലാ ഭാഗക്കാരും പറയും. ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളോട് പറയാം. നിനക്കൊരു നല്ല നിയമനമോ ഒരു നല്ല സ്ഥാനമോ അല്ല നല്ല നിലയിൽ നിന്നെ ആരും ആദരിച്ചില്ലെങ്കിലും ബഹുമാനിച്ചില്ലെങ്കിലും പതറരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, സമർപ്പിച്ചിരുന്നാൽ, പ്രാർത്ഥിച്ചിരുന്നാൽ, തിരുവചനം പഠിപ്പിക്കുക, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ആസാബ് എതിർത്തില്ല, ഉടക്കുണ്ടാക്കില്ല, കാത്തിരുന്നു. തക്ക സമയം വന്നപ്പോൾ രണ്ടാമത്തെ നിയമനത്തിൽ വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ച കർത്തൃദാസനെ ആ പദം. അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ. അതെ, എന്റെ വിഷയം അതല്ലല്ലോ. ഇങ്ങനെ ആസാഫിനെ തലവനാക്കി. ഇനി ആസാഫിന് ഒരു മകനുണ്ടായിരുന്നു. അവനെ പറ്റി വായിക്കുന്നത് സപ്തി. അപ്പൊ ആസാഫ് പള്ളി പാട്ട് പാടാൻ മുന്നിൽ അവനൊരു മകനുണ്ടായിരുന്നു സപ്തി. അവനെ പറ്റി യഹൂദ ചരിത്രം പറയുന്നത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അപ്പൻ പാട്ട് പാടും, മോൻ മറ്റേത് അപ്പൻ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കി മോൻ പള്ളിയിലോട്ട് കയറുകയല്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി വെച്ച് പോയി. ഈ കുടുംബത്തിൽ അപ്പൻ പാട്ട് പാടും, മോൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവർക്കൊരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു. അവനെ പറ്റി വായിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ സ്തോത്രം ചെയ്യുമായിരുന്നെന്ന്. ഞാൻ റെഫറൻസ് ഓർക്കുന്നില്ലെങ്കിലും ഒന്ന് നോക്കിയതാന്ന് തോന്നുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 17 എന്നൊരു സംശയം. ഒന്ന് വായിച്ച് കേൾക്കട്ടെ.
അല്ലയോ? അല്ല, നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന അമ്മാമ്മയല്ലയോ അത്? ആ, എന്നാലും മൈക്ക് എവിടെ? യോസാബും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മിഖയുടെ ഒന്നോട് വായിച്ചേ. ആസാഫിന്റെ മകനായ യോസഫ് എന്നങ്ങാണ്ട് പറഞ്ഞതുപോലെ കേൾക്കുന്നു. ഇല്ല, ആസാഫ് എന്നാ. ഒന്നുകൂടെ വായിച്ചു. ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായി മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മുമ്പ് സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മത്തന്യാവ്. അങ്ങനുണ്ട്. രണ്ട് കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. ഒരു കുടുംബം ആ പള്ളി കിടന്ന് അപ്പൻ വഴക്കുണ്ടാക്കും, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി. മറുവശത്തൊരു കുടുംബം, അപ്പം വല്യപ്പൻ പാട്ട് പാടും, മോൻ പ്രാർത്ഥിക്കും, കൊച്ചുമോൻ സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ഏത് കുടുംബത്തിലാണ് അവനവൻ ചിന്തിച്ചേ ഇവിടുന്ന് പോകാവൂ. ആട്ടെ, ഞാൻ വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ ഇങ്ങനെയുള്ള ഉസിയാവ് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി. ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളായ യെശയ്യാവ് ഉസിയാവിൻ്റെ ഉപ്പാപ്പന. ആട്ടെ, ഞാൻ മുഖവരിയായിട്ടതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ യെശയ്യാ പ്രവാചകനെ പറ്റി യെശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ സുവിശേഷമാണ് യെശയ്യാ പ്രവചനം. വേദപഠിതാക്കൾ അങ്ങനെ പറഞ്ഞത്, പഴയ നിയമത്തിലെ സുവിശേഷം. എന്താ സുവിശേഷം? സുവിശേഷം എന്താന്ന് നിങ്ങളോട് പറയണ്ട, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ വാക്കി പറയാം, നമുക്കെല്ലാം അറിയാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ധന്യനായ പൗലോസ്ലീഹ വളരെ സ്പഷ്ടമായിട്ട കാര്യം നമ്മളെ ഓർപ്പിച്ചു, നമുക്ക് മനഃപ്പാഠമാ. ആമേൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിലെ സുവിശേഷമാ യെശയ്യാ പ്രവചനം എന്ന. കാരണം ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം, ക്രിസ്തുവിന്റെ ആ തിരുമരണം, യേശു ക്രിസ്തുവിന്റെ അടക്കം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, പിന്നെ കൊണ്ട് പറഞ്ഞാൽ പിന്നെ സ്വർഗത്ത് ചെന്നത്, 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം അടുക്കടുക്കടുക്കടുക്കായിട്ട് പ്രവചനാത്മാവിൽ കണ്ട് പ്രവചനക്കുന്ന് കയറി കണ്ട് അത് പ്രവചിച്ച പ്രവചന സൂക്തങ്ങൾ ആ യെശയ്യാ പ്രവചനത്തിൽ മുഴുവൻ സിംഹഭാഗം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം പഴയ നിയമത്തിലെ സുവിശേഷമാണ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ഓടുവീൻ സഭകളെ വന്ന് പാടുവീൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവീൻ, സുവിശേഷം ചൊല്ലാൻ ഓടുവീൻ, നിദ്ര വിട്ടുണർന്നിടുവിൻ, മനം ഒത്തല്ലാരും നിന്നിടുവിൻ, വേഗം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, വായുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. എനിക്ക് ഇതിന്റെ എല്ലാം ശബ്ദമേ കേൾക്കുന്നുള്ളൂ, എൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ മേല. എന്തോ പണ്ടൊരപ്പനെ കോടതി വിളിച്ചു. അപ്പൻ തേക്ക് മോട്ടിച്ചു. അപ്പൻ വിദ്യാഭ്യാസം ഉള്ളപ്പനല്ല. അവസാനം കോടതി പ്രതിഭാഗം വക്കീലും ആദ്യഭാഗം വക്കീലും നന്നായിട്ട് വാദിച്ച് ഒടുവിൽ മജിസ്ട്രേറ്റ് ചോദിച്ചു, അപ്പനെ ശിക്ഷയ്ക്ക് വിധിക്കുക. മജിസ്ട്രേറ്റ് ചോദിച്ചു, അപ്പച്ചനെ വല്യപ്പൻ ഇനി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അപ്പോൾ 1.5 മണിക്കൂർ വാദപ്രതിവാദമാണ്. 2 വക്കീലും നിന്ന് വാദിക്കുക. അതെല്ലാം കേട്ടേച്ചാ മജിസ്ട്രേറ്റ് ചോദിച്ചു, അപ്പച്ചൻ എന്തേലും വല്യപ്പൻ എന്തെങ്കിലും പറയാനുണ്ട്? പുള്ളി പറഞ്ഞു, എൻ്റെ ഏമാനെ കോടതിയുടെ മുഴക്കം കൊണ്ടാണെന്നോ മജിസ്ട്രേറ്റ് ഏമാൻ്റെ വായി പല്ലില്ലാത്ത കൊണ്ടാണെന്നോ എനിക്കെല്ലാം കുളുകുളുകുളുകുളാന്നാ തിരിഞ്ഞെന്ന് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്വരത്തിൻ്റെ പരുവക്കേടാന്നോ, അതോ ഇനി ഓളിയം അവിടെ എന്തെങ്കിലും വെക്കുന്നതാണോ, അതോ ഇതെല്ലാം ഓളിയം കൂട്ടിയിട്ടേക്കുന്നതാണോ, എനിക്കൊന്നും. ആട്ടെ, അപ്പൊ ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ സുവിശേഷമാണ് യെശയ്യാ പ്രവചനം. യെശയ്യാ പ്രവാചകന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്നത് സുവിശേഷ പ്രവാചകന്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ, നിങ്ങൾ പോവാ, നമ്മൾ ഇനിയും പാടും. ഇവിടെ
അപ്പൊ ശ്രദ്ധിക്കുക, ആ ഈ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും മരണത്തെ പറ്റിയും ഉയർപ്പിനെ പറ്റിയും എല്ലാം അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. എല്ലാം വിസ്തരിക്കാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം. കർത്താവിന്റെ മഹത്വം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയും വളരെ സ്പഷ്ടമായിട്ട് പ്രവചിച്ചല്ലോ. അതാണല്ലോ 7-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് മനഃപ്പാഠമാ. ദൈവദാസൻ എന്ന് വായിച്ചേര്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനഃപ്പാഠമാ. ദൂരെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലാ. 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ അവൻ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. പിന്നെ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം വരെ എഴുതി വെച്ചേക്കുന്നത് എന്തുവായിരുന്നു? തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തൈര് മോട്ടിച്ചൊന്നും അല്ല കേട്ടോ. അങ്ങനെ. അപ്പൊ എന്തായാലും കൊള്ളാം. തിരുപ്പറവയ്ക്ക് എത്രയോ ദീർഘവർഷങ്ങൾക്ക് മുമ്പാ ഈ പ്രവചനാത്മാവിൽ ഇത് കണ്ട് യെശയ്യാവ് പ്രവചിച്ചത്. കന്യക ഗർഭിണിയാണ്. പണ്ട് ഒരു സഹോദരൻ, ആത്മീക ലോകത്തൊരു സഹോദരനുമായിട്ട് തർക്കം നടന്ന കണ്ണനും. പുള്ളി കേരളത്തിൽ വന്ന ഉടനീളം ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിച്ചെന്ന പല ചോദ്യം ചോദിച്ചു. ഒത്തിരി ചോദ്യം ചോദിച്ചു. 16 ചോദ്യം അന്ന് ചോദിച്ചെന്ന. 16 ചോദ്യം ചോദിച്ചില്ല. ആദ്യത്തെ ചോദ്യം കന്യക എങ്ങനെ ഗർഭിണിയാകുമെന്ന. ഇവിടുത്തെ സഭയുടെ മേലധ്യക്ഷന്മാരും ധാരാളം ആൾക്കാർ, ഒത്തിരി ആൾക്കാരുണ്ട്. ആരും നമ്പ്യാരിക്ക് മറുപടി പറയാനില്ലായിരുന്നു. തുണി ധാരാളം തയ്പ്പിച്ചിട്ടുണ്ടെന്ന് മറുപടി വരികയല്ല. 10-12 മീറ്റർ തുണി മേടിച്ച് ദേഹത്തെല്ലാം ഇട്ടേച്ച് തലയിലും കൂടെ കുറേ ഇട്ട് മറുപടി പറയാൻ പറ്റുമോ? അയാളെ നല്ല ഓളിച്ച് ചോദിക്കുക. അപ്പം ഇവിടെ മുതൽ ബട്ടൺസ് ഇട്ട പുള്ളിക്കാരുണ്ട്. പക്ഷേ പുള്ളിക്ക് മറുപടി കൊടുത്തില്ല. അപ്പം അവരെല്ലാം കൂടെ ചോദിച്ചു ഇതിന് മറുപടി പറയാൻ ആർക്കാ കെൽപ്പുള്ളത്. അപ്പം അന്നത്തെ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് അതിനെ ഒരൊറ്റ ആൾ കൊച്ചു സൈമൺ സാറിനെ കൊണ്ട് ഒക്കുകൊള്ളുന്നു. ഒരു ചരിത്രമുണ്ട്. സാറ് വന്ന് കാര്യങ്ങളെല്ലാം പഠിച്ച് ഖണ്ഡനം നടത്തിയെന്ന. അതെല്ലാം വിസ്തരിക്കുന്നില്ല. എല്ലാം വിസ്തരിക്കണമെന്നുണ്ടായിരുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ സാറ് അതിന് മറുപടിയൊക്കെ കൊടുത്തു. അപ്പം യുക്തിക്ക് മറുപടി ആദ്യം കൊടുത്തെന്ന് പുള്ളി ചോദിച്ചെന്ന പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നത് കളിയാക്കി ക്രിസ്ത്യാനിയെ. നിങ്ങളെ കുർബാന എന്ന് പറഞ്ഞ ആനയുണ്ടല്ലോ, അതിന് എവിടെയാണ് കിട്ടുന്നെന്ന്. സാറ് മറുപടി പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രഹ്മാവെന്ന് പറഞ്ഞ മാവേലോട്ട് സന്ധ്യയ്ക്ക് അങ്ങ് കിട്ടും, രാവിലെ അങ്ങ് അഴിച്ചു വിടാതെ അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് യുക്തി. പിന്നെ അടുത്ത ചോദ്യമായിരുന്നു കന്യക എങ്ങനെ ഗർഭിണിയാകും. അപ്പൊ സാറ് പുരാണമൊക്കെ പഠിച്ച് തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ഇട്ടപ്പോൾ അതിന് ആൻസർ കിട്ടി. ചെവിക്കകത്തൂടെ കൊച്ചു വരുമെങ്കിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ആദിയിൽ പാർവതീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. കന്യകാസുതനായി ഭൂമിയിൽ അവതരിച്ച ധന്യനായ ഇമ്മാനുവേൽ ഇവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ
അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ എല്ലാം വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുക്കടുക്കടുക്കടുക്കായിട്ട് മരണം, അടക്കം, ഉയർപ്പ്, ശുശ്രൂഷ, ആദ്യത്തെ കന്നിപ്രസംഗം, അതെല്ലാം ഇതിന് പുസ്തകത്തിനകത്തുണ്ട്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു അല്ല ഇവിടെ യശയ്യാവാ പ്രവചിച്ച് വെച്ചേക്കുന്നത്. ആദ്യത്തെ കന്നിപ്രസംഗം നഫ്താലിയുടെ ശെബൂലൂന്റെ അതിരുകളിൽ. കാരണം ഇത് ദാസിയുടെ പിള്ളേർക്ക് അവകാശമൊന്നും കിട്ടാൻ യാതൊരു വകുപ്പില്ലാതെ കിടക്കുക. വകുപ്പില്ലാത്തതിനൊക്കെ വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നവനാ ക്രിസ്തു. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ഏറ്റെടുത്ത് വേണം ഇവിടുന്ന് തിരിച്ചു പോകാൻ. അത് അങ്ങനെയൊക്കെ നന്നായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. നമ്മൾ ഇന്ന് രാത്രി 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണല്ലോ വായിച്ചത്. അവിടെ യേശു ക്രിസ്തുവിനെ പറ്റി ആ ഭാഗം നമുക്കറിയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. വേദ പഠിതാക്കൾ ചാണ്ടപ്പിള്ളച്ചാനുമായിട്ട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ പുള്ളി കുറച്ചുകൂടെ കാര്യം പറഞ്ഞു തന്നു. കർത്താവിന് മഹത്വം. ഈ ഭാഗം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും അവിടെ തെളിയുക. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, അത് മനുഷ്യൻ എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുക. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, സ്തോത്രം, ദൈവത്വം വെളിപ്പെട്ടിരിക്കുക. നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വം എല്ലാം ഈ ഭാഗത്ത് തെളിയുക. അത് പറയാം, ആധിപത്യം അവന്റെ തോളിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സകലത്വയും ഭരിക്കുന്നൊരു സുതനമുണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വാഴും ഭരിക്കും. അവന്റെ തോളിൽ ആധിപത്യം തോളിരിക്കുന്നു പറഞ്ഞാൽ സകല അധികാര പ്രഭാവത്തോടുകൂടി ഭരിക്കും. പണ്ട് ഈ തോളിൽ കുരിശുമരം കയറിയ തോളിൽ ആ കുരിശുമരം അവൻ വഹിച്ച് മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയ ആ തോളിൽ ആധിപത്യം വഹിച്ചുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന സൂതനമുണ്ട്. പിന്നെയും പാട്ട് വരുന്നുണ്ട്. എനിക്ക് അന്നേ ഓരോ വാക്കും പറയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ രാജ്യം പറയുന്നത് പാടിക്കോളാനാണ് പറയുന്നത്. എനിക്കന്ന് ഈ പ്രസംഗിച്ച് ഒപ്പിക്കാൻ പറ്റാത്തതെല്ലാം പാടി വിടുക. പിന്നെ ഇവരൊക്കെ നന്നായിട്ട് പ്രസംഗിച്ച് ഒപ്പിക്കുക, എനിക്ക് അത്രയും കഴിവില്ല. അതുകൊണ്ട് അതെല്ലാം കൂടെ പാട്ടിക്കൂടെ അങ്ങ് കയറ്റിവിടും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും. അന്ന് മൂത്തലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമീ ശാലേമിനനുഭവമാ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഇസങ്ങളി പാരിലില്ല ഈശനി പാരിടം. അത് നമ്മുടെ വേട്ടമലയുടെ പാട്ടാ. ഇസങ്ങളി പാരിലില്ല. പൈസ ഒന്നും കാണുകയല്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം ഓരിസവും കാണുകയല്ല. അട്ടെ നമ്മുടെ വിഷയം അല്ലല്ലോ. അപ്പൊ ആധിപത്യം അവന്റെ തോളിലിരിക്കും. എന്നിട്ട് പറയും അവൻ അത്ഭുത മന്ത്രി. ചില പര്യായങ്ങൾ കൊടുത്തിരിക്കുക പേരുകൾ: വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. നമ്മുടെ കർത്താവിന് വിശേഷണ പേരുകൾ ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. വിവരിച്ചാ പറയേണ്ടത് ഭാഗം വിവരിക്കുന്നില്ല. പണ്ട് ഇവിടെ വായിക്കുന്നത് അവൻ അത്ഭുത മന്ത്രി. ധാരാളം മന്ത്രിമാര് ഈ കേരളം ഭരിച്ചിട്ടുണ്ട്, ഇന്ത്യ രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ അത്ഭുത മന്ത്രി ആരും കണ്ടിട്ടില്ല. ഇന്ത്യ ഭരിക്കുന്ന ഒരു അത്ഭുത മന്ത്രി, കേരളം ഭരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ എനിക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. തൻ്റെ ഇടമുള്ള മുഖ്യമന്ത്രി. എൻ്റെ അഭിപ്രായമാണേ, മുഖമൊന്നും ചുളുക്കരുത്. പുള്ളിയോട് നീ ബഹുമാനം തോന്നാൻ വേറൊരു കാരണവും കൂടെ. അടുത്ത സമയത്ത് നമ്മുടെ ഒരു പെന്തിക്കോസ് യോഗത്തിൽ ആരാണ്ട് കയറി തല്ലി. അദ്ദേഹം അതിന് മറുപടി പ്രസംഗം പറഞ്ഞു, നിങ്ങൾക്ക് എവിടെ വേണേലും പ്രാർത്ഥന നടത്താൻ. അതുകൊണ്ടൊക്കെയായി താല്പര്യം. എന്നും പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പോട്ടെ. പക്ഷെ അത്ഭുത മന്ത്രിയല്ല. അത്ഭുത മന്ത്രിയായിട്ട് ഇവിടെ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അപ്പൊ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്. നമുക്കറിയാം, പണ്ട് മാനോഹയുടെ വീട്ടിൽ ഒരു ദൂതൻ ചെന്ന് സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും.
അത് മേടിച്ചെങ്കിലും കാര്യമൊക്കെ കേട്ട് വീഞ്ഞും മദ്യമൊന്നും കുടിക്കരുതെന്ന് പറഞ്ഞ നാടൻ ഭാഷ പറഞ്ഞ തള്ളയോട് പറഞ്ഞ് കണ്ട അടിച്ചാണിയെല്ലാം വലിച്ച് തിന്നരുത്, മര്യാദയ്ക്ക് ജീവിച്ചോണമെന്ന് പറഞ്ഞു. ഭൂതം പോയി. ഭർത്താവ് വന്നപ്പം ഈ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു, ഇന്നതുപോലെ ഒരാൾ വന്നെന്ന്. അത് നല്ല സ്ത്രീയുടെ ലക്ഷണമാണ്. ചെല്ലു മിണ്ടുകയല്ല. ഏച്ചുമ്പൊക്കെ ഞാൻ പറയുകയല്ല, നീ പറയാതിരുന്നാൽ മതി, പറയരുത് കേട്ടോ. ചെല്ലു വീട്ടിൽ വന്നാലോ എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും പറയാത്തവരുണ്ട്, എല്ലാം ഒതുക്കുക. ഈ സ്ത്രീ നല്ല സ്ത്രീയാണ്. ഭർത്താവ് വന്നുടനെ പറഞ്ഞു, ഇന്നതുപോലൊരു ആൾ വന്നു, ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. എന്തിനേറെ മാനോകയ്ക്കും ഈ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കുഞ്ഞുണ്ടാകും, അത് നാസിവ്രതസ്ഥനായിരിക്കും, മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുതൊക്കെ പറഞ്ഞു. ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, ജട കത്തിരിക്കരുത്, ഇതെല്ലാം പറഞ്ഞ്. അപ്പൊ ഈ മാനോക ചോദിച്ചു, ആട്ടെ ഈ പറഞ്ഞതെല്ലാം ഒത്തുവരുമോ? പറഞ്ഞു, പിന്നെ പറഞ്ഞതെല്ലാം ഒത്തുവരും. അപ്പം ഞങ്ങളുടെ രീതി ഈ പറഞ്ഞതെല്ലാം കൂടെ ഒത്തുവരുമ്പോൾ പറഞ്ഞ പുള്ളിയെ വിളിച്ച് ബഹുമാനിക്കുന്നൊരു പതിവ് ഞങ്ങൾക്കുണ്ട്. ഞാൻ ദൈവകുഞ്ഞുങ്ങളോട് പറയും, പണ്ട് നിങ്ങളുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ച ദൈവനാസന്മാരും ദൈവമക്കളും ഉണ്ട്. വീടില്ലാഞ്ഞിരുന്നപ്പം, വണ്ടിയില്ലാഞ്ഞിരുന്നപ്പോൾ, സൈക്കിൾ പോലും ഇല്ലാതിരുന്നപ്പം, ഉടുതുണിക്ക് മറതുണി ഇല്ലാതിരുന്ന ഭാരപ്പെട്ട സമയത്ത് അനേക ദൈവദാസന്മാരും ദൈവമക്കളും എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു നന്മയും വഴിയൊക്കെ ദൈവം തരുമ്പം ഒറ്റങ്ങളെയൊക്കെ വിളിച്ച് വല്ല ഗുണവും ചെയ്യണം. അല്ല പ്രൈസ് ദി ലോർഡ് ഗ്ലോറി എന്ന് പറഞ്ഞ് പടിൽ വെട്ടിച്ച് പോയാൽ പോരാ. അത് മനസ്സിലായിക്കോണം. അപ്പം ഈ മാനോക പറഞ്ഞു, ഇതൊക്കെ ഒത്തു വരുമ്പോൾ ഞങ്ങളൊന്ന് വിളിച്ച് ബഹുമാനിക്കണ്ടേ, നിന്റെ പേരെന്താ? അപ്പോൾ അവിടെ പറഞ്ഞൊരു പേരുണ്ട്, എൻ്റെ പേര് അതിശയമുള്ള പേരാ. അതിശയം. ഞാൻ അങ്ങ് പറയാം, എൻ്റെ പേര് അതിശയം. നമ്മുടെ സാംസാറിൻ്റെ പിതാവ് ART അതിശയമല്ല, അത് ART അതിശയം. ഇത് സാക്ഷാൽ അതിശയം. ആ അതിശയം തന്നെ അത്ഭുതം, അത്ഭുതം തന്നെ അതിശയം, അതിശയം തന്നെ അത്ഭുതം. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. ഓടിച്ച് ചിന്തിക്കാം. ഇടയ്ക്കത്തെ ഭാഗമെല്ലാം ഞാനങ്ങ് വിടുക. കർത്താവിന് ധാരാളം പേരുകൾ കൊടുത്തിട്ടുണ്ട്. സൈമൺ സാറ് പേരുകളെ പറ്റിയൊക്കെ വേദവികാരത്തിന്റെ പ്രഥമ ഭാഗത്ത് കൊടുത്തിട്ടുമുണ്ട്. യാതൊരു കാലത്ത് യാണാദിയായി നിർദ്ദേശിപ്പതിനായതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാപനായി നിന്ന മകാനീതി നീരതിക ഞാനാദരാൽ വന്നിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സകല ജരാചരങ്ങളെയും ആ സകലത്തെയും നിർമ്മിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. അതല്ലയോ 90-ാം സങ്കീർത്തനത്തിൽ ഭക്തനായ പടീനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ തന്റെ ജ്യേഷ്ഠനാകുന്ന അഗറോന്റെ നിര്യാണത്തിൽ വിലപിച്ചിരുന്ന ജനത്തെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് പിടിച്ചുയർത്തുന്ന പരമപ്രധാനമായ പ്രാർത്ഥന വാചകത്തിൽ കൊടുത്തിരിക്കുന്ന വരികൾ നമുക്ക് മനഃപ്പാഠമാ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. പർവ്വതങ്ങൾ ഉണ്ടായതിന് മുമ്പേയും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് ഉണ്ടായ ദൈവമല്ല, പർവ്വതം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ദൈവമാണ്. കുന്ന് ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല, കുന്നുണ്ടാകുന്നതിന് മുമ്പുണ്ടായ ദൈവമാണ്. നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ മല ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദൈവമല്ല, മല ഉണ്ടാകുന്നതിന് ഇപ്പം അത്ര അറിഞ്ഞാൽ മതി. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗം പഠിച്ചാൽ കർത്താവിൻ്റെ നിത്യാസ്തിത്വത്തെ പറ്റി അവിടെ വിസ്തരിക്കുക. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാദവൻ, മോദതും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലം നോരപ്രിയമാം നാമം. എബ്രായ ഭാഷയാ ഏലം നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശ്രദ്ധായിയും എലോകി അഡോണായി വിലോപമെന്നേ യാകുവേ യഹോവ യാകെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം നിരവധി അനവധി ബഹുനാമങ്ങളാ കൊടുത്തിരിക്കുന്നത്. വിസ്തരിക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന പദം അത്ഭുത മന്ത്രി. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയായ ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. ഓടിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവിന് മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നമുക്കറിയാം. കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. പെട്ടെന്ന് വായിക്കാം. 2:11 യോഹന്നാൻ. ചടികിടാന്ന് വായിച്ചോ. ഈ വാച്ച് കറക്റ്റാണല്ലോ.
യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി. കല്യാണ വീടാൻ നമുക്കറിയാം, അതെല്ലാം വിവരിക്കേണ്ടതാതൊന്നും തുനിയുന്നില്ല. വിളിച്ചവരെ സൽക്കരിക്കുന്നു, യഥോചിതം സൽക്കരിക്കുന്നു. അമ്മ വഴി ബന്ധമുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, മകനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. പെട്ടെന്ന് കലവറയിലൊരു സംസാരം. എൻ്റെ ഭാഷ പറഞ്ഞ കലവറയിലൊരു കശപിച്ച. കലവറക്കാർ പറഞ്ഞു വീഞ്ഞ് തികയത്തില്ല, അതിനെ ആൾ കൂടിയിട്ടുണ്ട്, അതിനെ വിളിച്ചതിലും കൂടെ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചതിൽ കൂടുതൽ ആളെങ്ങനെ വന്ന്? അപ്പോൾ ഒരുത്തിന് ബോധമുള്ള ഒരുത്തൻ പറഞ്ഞു അത് ആൾ വന്നത് വിളിയൊക്കാഞ്ഞിട്ടൊന്നും വല്ലത്തെ ഇല്ല, പുള്ളി വന്നതായി ആളല്ല, യേശു വന്നിട്ടുണ്ട്. യേശു എന്നിടത്തെല്ലാം ആൾ കൂടിയിട്ടുണ്ട്, കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് ഉള്ള വീഞ്ഞൂടെ തീർന്ന്. ഞാൻ ഇടയ്ക്കത്തെ ഒന്നും വിസ്തരിക്കുന്നില്ല. അപ്പം കലവറക്കാർ പെട്ടെന്നൊരു കമ്മിറ്റി അങ്ങ് കൂടി. നമുക്ക് എല്ലാത്തിനും കമ്മിറ്റി ആണല്ലോ, കലവറ കമ്മിറ്റി കൂടി. കമ്മിറ്റിക്കാർ ഒരാളെ തിരഞ്ഞെടുത്ത് പറഞ്ഞു, ഓക്കെ അവർ ഗീവറിച്ചനെ തന്നെ നമുക്ക് വിടാം, അമ്മയോട് എന്ന് പറയണം വീഞ്ഞ് തീർന്നെന്ന്. അപ്പം ഗീവറിച്ചൻ ചെന്ന് അമ്മയോട് പറയണം, അമ്മ മോനോട് പറയും, മോൻ നേരെ. മനസ്സിലായല്ലോ? അപ്പം ഗീവറിച്ചൻ അമ്മ വയ. അപ്പോൾ മോനോട് പറയും, മോൻ അങ്ങ് ഡയറക്റ്റ് പറയുമ്പോൾ കാര്യം നടക്കും. അപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞ കലവറക്കാർ കമ്മിറ്റി കൂടി തിരഞ്ഞെടുത്ത ഗീറിച്ചം എന്ന് പറഞ്ഞ അമ്മേ വീഞ്ഞ് തീർന്നെന്ന് മോനോട് പറയണം. എന്തിനേറെ അമ്മ വന്ന് മകനോട് പറയുകയാ, മകനെ വീഞ്ഞ് തീർന്നു. അപ്പം നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്, പറയുന്ന മറുപടിയാ, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞ ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മ, ഞാൻ നിൻ്റെ മകൻ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പണ്ട് സമുദായത്തിലൊരു മാന്യ സഹോദരൻ പറഞ്ഞു, കർത്താവ് മുഹൂർത്തം നോക്കുമായിരുന്നു. അതായത് നാഴിക മുഹൂർത്തം നോക്കുന്നതിന് എന്നാ ചെയ്യണമെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മുഹൂർത്തം നോക്കിയതല്ല, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ളത് ബന്ധമില്ലെന്നല്ല, നീ എൻ്റെ അമ്മ, ഞാൻ നിൻ്റെ മകൻ. ഓടിച്ചങ്ങ് നിർത്താൻ. ആവശ്യക്കാർ വീട്ടുകാരല്ലേ, നീ എന്തിനാ ഇതിനിടയ്ക്ക് വന്ന് നിൽക്കുന്നേ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ ആവശ്യബോധത്തോടെ എൻ്റെ അടുക്ക വരുന്നതായി എൻ്റെ നാഴിക. ഇന്ന് രാത്രി ആവശ്യബോധത്തോടെ യേശു ക്രിസ്തുവാകുന്ന അത്ഭുത മന്ത്രിയുടെ മുൻപിൽ ആരും മുട്ടുമുടക്കും. ഇന്ന് രാത്രി ക്രിസ്തുവിൻ്റെ നാഴികയാണ്. ഞാൻ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഈ പെന്തിക്കോസുകാരല്ലെങ്കിൽ CSIക്കാർ, പെന്തിക്കോസുകാർ, ബ്രദറുകാർ, ഇവാഞ്ചലിക്കൊക്കെ ഇവരാരും അമ്മയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയല്ല, ഇവരമ്മയെ കളിയാക്കുക. ഞങ്ങൾ അമ്മയെ കളിയാക്കത്തിൽ ഇതുപോലെ വിവരമുള്ളൊരമ്മ ഉലകത്തിലുണ്ടായിട്ടില്ല. ഇപ്പം ഒത്തിരി പേര് അമ്മ കളിച്ച് നടക്കുന്നുണ്ടല്ലോ. അമ്മ യേശുക്രിസ്തുവിൻ്റെ അമ്മ അറിവുള്ള, വിവരമുള്ള, മാന്യയായ, അന്തസ്സുള്ള, ആഭിജാത്യമുള്ള, വിവരമുള്ള അമ്മ. എൻ്റെ കാരണം എനിക്ക് നിനക്ക് നമ്മൾ എന്ത് എന്ന് ചോദിച്ചപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ഓടിച്ച് പറയാം, അമ്മ നോട്ടറി പുറകോട്ട് വലിഞ്ഞേച്ച് പറഞ്ഞു, ഇവറിച്ച ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, ഇവറിച്ചനെ നിൽക്കണ്ട, അവൻ എന്തേലും കൽപ്പിച്ച അതിവിടേക്കല്ലെന്ന് പറഞ്ഞു. വിവരമുള്ള അമ്മ, അവനെന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ, അത് വിവരമുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇടയ്ക്കൊരു കാര്യം പറയാം, സ്വർഗത്തിൽ ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, കരച്ചിലില്ല, പല്ലുകടിയും കരച്ചിലും നരകത്തില്ല, ഇനി എൻ്റെ ചിന്തയാണ്, ആരേലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മരിച്ച ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന അമ്മയായിരിക്കും. കാരണം ഇവിടുന്ന് മരിച്ചങ്ങോട്ട് ചെല്ലുന്ന വിശുദ്ധന്മാർ പറയാം, എൻ്റെ അമ്മാമ്മയുടെ നാമത്തിൽ താഴെ പല പരിപാടിയും നടക്കുന്നത്. അപ്പം ചോദിക്കും, ബദർ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോട്ടയം സൈഡിൽ നിന്നാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അവിടെ മണർകാട് സൈഡിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പരുമല സൈഡിൽ നിന്ന് കയറി വരിക. മരിച്ചങ്ങോട്ട് ചെല്ലുക. നമ്മളെവിടെ നിന്ന്? നമ്മൾ മഞ്ഞനിക്കര എന്നാണ് വരുന്നത്. നമ്മളെവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ വേളാങ്കണ്ണി സൈഡിൽ നിന്ന് വരുന്നത്, അവിടെ നാട്ടിൽ നിന്ന്. ഓ, എന്നെ താഴെ മുഴുവൻ പല പരിപാടികളാണ് നടക്കുന്നത്. അമ്മാമ്മയുടെ ഒറ്റ വാക്ക് പറഞ്ഞാൽ കാട് മുതൽ കണ്ണി വരെ. അപ്പോൾ സ്വർഗത്തിരുന്ന് എൻ്റെ ചിന്തയാ, ഭാവനയാ, മറിയും ആ നല്ല സ്ത്രീ, മാനിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട സ്ത്രീ പറയാം, എൻ്റെ പൊന്നോടേതെ എൻ്റെ ആയുസ്സിൽ ഒരു മധ്യസ്ഥതയ്ക്ക് പോയതാ ഗാനാവിലെ കല്യാണ വീട്ടിൽ. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ചീറ്റിപ്പോയി. ഇന്ന് വരെ ഞാനൊരു മധ്യസ്ഥതയ്ക്ക് നിന്നിട്ടില്ല. എന്നെ നിർത്തരുത്. പിന്നെ ഈ വിവരമില്ലാത്ത ആൾക്കാരോട് പറഞ്ഞാലും വലിയ മനസ്സിലാകുകയല്ല. അതുകൊണ്ട് ആ ദൈവം തമ്പുരാൻ പിന്നീട് പൗലോസിനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്ക് മധ്യസ്ഥനൊരുവൻ, എല്ലാവർക്കും വേണ്ടി തൻ്റെ ജീവനെ മറവലയായി കൊടുത്ത കർത്താവാകുന്ന യേശുക്രിസ്തു, ഒറ്റ മധ്യസ്ഥൻ യേശുക്രിസ്തു, ഒരേ ഒരു ദൈവം യേശുക്രിസ്തു, ഒരേ ഒരു പരിശുദ്ധൻ സർവശക്തനായ ദൈവം, ഒരേ ഒരു നായകൻ
നിങ്ങളിൽ ആരും നായകൻ എന്ന് പേരെടുക്കരുത്. ഒരുത്തനെത്രയും നമ്മുടെ നായകൻ കർത്താവാകുന്ന ക്രിസ്തു. അവൻ രക്ഷാനായകൻ, ജീവനായകൻ, വിശ്വാസത്തിന്റെ നായകൻ. ഇന്ന് രാത്രി ആ യേശു ക്രിസ്തുവാകുന്ന അത്ഭുത മന്ത്രിയുടെ മുൻപിൽ മുഴങ്കാലമടക്കിയാൽ ഇന്ന് രാത്രി നിനക്ക് രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുത മന്ത്രിയാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആവശ്യഭാരത്തോടെ, ആവശ്യബോധത്തോടെ, ആഗ്രഹത്തോടെ, ആശയോടെ ആര് കർത്താവിൻ്റെ തൃപ്പാനപടത്തിൽ വരും അവരെ ഇന്ന് രാത്രി ക്രിസ്തു രക്ഷിക്കും. രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്താം. പ്രശ്നം വന്നപ്പോൾ അമ്മ യേശു ക്രിസ്തുവിൻ്റെ അടുക്ക ചെല്ലാനുള്ളതിൻ്റെ കാര്യം ഈ വാക്യം വായിപ്പിച്ച് സമയം കളയുന്നില്ല. ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. ലൂക്കോസ് 2:19, ലൂക്കോസ് 2:59 ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ അമ്മ മറിയം ഇക്കാര്യമല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന്. ഏത് കാര്യം ഓടിച്ച് പറയാം. ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖൻ നസറത്ത് വന്ന് മറിയമിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ്, പേടിക്കണ്ട, ഞാൻ ഗബ്രിയേല, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. മറിയ പരിഭ്രമിച്ചെങ്കിലും മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും? മറുപടി, പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ ഉദരത്തിലൊരു പുരുഷ പ്രജ, ഒരു വിശുദ്ധ പ്രജ ഉരുവാകും. മത്തായി സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നത്, അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം. ഇക്കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടടയന്മാർ വന്ന് പറഞ്ഞതും വിദ്വാൻമാർ വന്ന് പറഞ്ഞതും പിന്നീട് ശിമിയോൻ വന്ന് പറഞ്ഞതെല്ലാം അടുക്കിടയ്ക്കായിട്ട് പറഞ്ഞ് വേറെ ചില കാര്യമോടെ പറഞ്ഞ് ആ യോഗം നിർത്തേണ്ടത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒറ്റ വാക്കി പറയാം, മനുകുലത്തിൻ്റെ പാപത്തിൻ്റെ രക്ഷയ്ക്ക് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു കന്യാസൂനുമായിട്ട് അവിടെ അവതരിച്ച് നാടങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കി. ആമേൻ. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുമ്പോൾ തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. ആമൻ. പങ്കപ്പാടുകൾ സഹിച്ച് മുഖത്ത് രോമം പിടിതെടുക്കപ്പെട്ടവനായി, മുൾക്കിരീടധാരിയായി, ആമൻ, മുതക ഉടവജാലം എന്നുള്ള നീളത്തെ കീറപ്പെട്ടവനായി പങ്കപ്പാടുകൾ സഹിച്ച് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ കുരിശുമരം ചുമന്ന് വീണും വീച്ചും വിറച്ചും മാനവജാതികളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരിപ്രാണികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു ആമേൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. മരിച്ചൊന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ട് ആമേൻ. അങ്ങനെ ക്രിസ്തു മരിച്ചൊന്നുറപ്പ് വരുത്തി. വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. പീലാത്തോസിന്റെ അനുമാനത്തോടെ രാത്രി വന്ന നിക്കോദെമോസും ആമേൻ അരിമത്യാക്കാരെ യോസേപ്പും കൊണ്ട് ചേർന്ന് തിരുശരീരം ക്രൂശിൽ നിറക്കി 100 രാത്രി സുഗന്ധ കൂട്ടുള്ള നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് അരിമത്യാക്കാരെ യോസേപ്പിന്റെ ആ തോട്ടത്തിലെ ആരെയും വെക്കാത്ത കല്ലറ, അത് പ്രവചനത്തിന് നിവർത്തിയ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ കല്ലറയിൽ കൊണ്ടടക്കി. കല്ലുരുട്ട് വെച്ച് മുദ്ര വെച്ച് 100 പടയാളികളെ കാവൽ ഏർപ്പെടുത്തിയെങ്കിലും ചരിത്രം അങ്ങനെയൊക്കെ പറയുന്നു. ഏർപ്പെടുത്തിയെങ്കിലും പൗലോസ് കൊരിന്ത്യലേഖനം 15 പറയുകയാ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ക്രിസ്തു 3 ഉയർത്തു. ഇന്നും ജീവിക്കുന്ന ദൈവം, ഇന്നും അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവം, ഇന്നും അവൻ അത്ഭുത മന്ത്രിയ. കരമുയർത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കരമുയർത്ത ദൈവത്തെ സ്തുതിക്കാം. അവൻ ഇന്ന് രാത്രി ഈ കർത്താവിനെ സേവിക്കുവാൻ, സ്നേഹിപ്പാൻ, രക്ഷിതാവായി സ്വീകരിപ്പാൻ, യേശു ക്രിസ്തുവിനായി ജീവിക്കുവാൻ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ കരമുയർത്താൻ ഞാൻ പറയത്തില്ല, ഹൃദയമൊന്ന് പകർന്നാട്ടെ. യേശുവേ, എൻ്റെ പാപം ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, ഇന്ന് രാത്രി എനിക്ക് സമാധാനം നൽകണം, എന്നെ വിടുവിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് രാത്രി ക്രിസ്തു രക്ഷിക്കും. കരമുയർത്ത ദൈവത്തെ സ്തുതിച്ചാട്ടെ.